വിദ്യാർത്ഥികളെ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പുതിയ പാഠ്യക്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങളിന്ന് എറണാകുളത്തെ പ്രശസ്ത ഹൈപ്പർ മാർക്കറ്റ് ചെയിനായ അജ്മൽ ബിസ്മി ഗ്രൂപ്പിൻ്റെ കളമശ്ശേരിയിലുള്ള ഹൈപ്പർ മാർക്കറ്റ് വെച്ച് ഒരു ഫീൽഡ് വിസിറ്റ് സംഘടിപ്പിക്കുകയാണ്. ഈ ഫീൽഡ് വിസിറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് റീറ്റെയിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ക്ലാസ് റൂമിൽ പഠിച്ച ഭാഗങ്ങൾ എങ്ങനെ ഒരു റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ പ്രാവർത്തികമാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനാണ്. NSS റീറ്റെയിൽ സെക്ടറിലെ സെയിൽസ് അസോസിയേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫീൽഡ് വിസിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ സിറിൽ ജോസ്, തൃക്കാക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ മാർക്കറ്റിങ്ങിൻ്റെ വൊക്കേഷണൽ അധ്യാപകനാണ്. എന്നോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ജോജി അഗസ്റ്റിൻ, വർഗീസ്, അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ നിഖിൽ, ഷാഹിന, മുഹമ്മദ് മാർജാൻ, മുഹമ്മദ് ഫിറോസ്, സാനിയ മോൾ എന്നിവരും ഒപ്പമുണ്ട്. ഓർഗനൈസ് റീറ്റെയിൽ മേഖലയെ അധിഷ്ഠിതമാക്കി നടത്തുന്ന ഈ ദൃശ്യവിരുന്നിലേക്ക് നിങ്ങളെല്ലാവരും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. റീറ്റെയിലിനെ കുറിച്ചും റീറ്റെയിൽ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്ന് നമുക്ക് ഇവിടുത്തെ ക്ലസ്റ്റർ മാനേജറായ സാജും ജോർജോട് നമുക്ക് ചോദിച്ചറിയാം. സ്കൂളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു മേഖലയിലാണ് ഇന്ന് വന്നിട്ടുള്ളത് അല്ലേ? വെൽക്കം ടു ബിസ്മി ഹൈപ്പർ മാർക്കറ്റ്. പറയൂ. ഓർഗനൈസർ റീറ്റെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിസ്മി 1990കളുടെ പകുതിക്ക് ശേഷം ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥിയുടെ ഒരു ഇൻവെൻട്രിയാണ്. അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പുതിയ സംരംഭമൊന്നുമല്ല. പലരും ഫോളോ ചെയ്ത് വന്നിട്ടുള്ള പല രീതികളിലും വിജയിച്ച ആളുകളെ പിന്തുടർന്നുകൊണ്ട് ഒരു ചെറിയ യുവാവ്, എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു യുവാവ് തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ചെയിൻ ഓഫ് ഹൈപ്പർ മാർക്കറ്റ്സോ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സോ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. എങ്കിലും അത് പുതിയതായിട്ട് നമ്മളിത് മുമ്പോട്ട് കൊണ്ടുവരണം. കേരളത്തിൻ്റെ നാട്ടിൽ നിന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള റീറ്റെയിൽ ഓർഗനൈസേഷൻസ് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയും അതുപോലെ തന്നെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വയമായിട്ടുള്ള ഒരു ടാലൻറ്റും ആണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം. പിന്നെ ബിസ്മിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് ജനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക. അത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പല ഫോറിൻ രാജ്യങ്ങളിൽ നിന്ന് വന്നതും അതുപോലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള കമ്പനികൾ പോലെ തന്നെ അതിനേക്കാൾ ഒരുപടി മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ നാടൻ സാധനങ്ങളെല്ലാം നാടൻ ഒരു സാധാരണ രീതിയിൽ നാട്ടുകാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ. ഇതിൻ്റെ പിന്നിലെ ഒരു ചേതോവികാരം അതാണ്. അത് നല്ല രീതിയിൽ സക്സസ് ആയി മറ്റു പലരും ഈ മേഖലയിലേക്ക് കടന്നു വരാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കടന്നു വരാനുള്ള ഒരു പ്രചോദനമായി. ഇന്ന് അദ്ദേഹം നല്ലൊരു രീതിയിൽ ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഫ്യൂച്ചറിലേക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ പലർക്ക് സാധനങ്ങളും സാധാരണ വീടുകളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ചെറിയ ഹോം അപ്ലയൻസസും അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ബിസിനസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രെഡിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വില കൂടിയ സാധനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, വൈറ്റ് ഗുഡ്സ് അല്ലേ, നമുക്കറിയാം, മൊബൈൽസ് അല്ലെങ്കിൽ വലിയ LED TVs, അതുപോലെ അതിന് തന്നെ നമുക്ക് സെപ്പറേറ്റായിട്ട് വലിയ ഷോറൂമുകളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഷോറൂമുകളിൽ ഒന്നാണ് നമ്മുടെ ബിസ്മി. അപ്പോൾ അവിടെ നമുക്ക് അതിനുള്ള കസ്റ്റമേഴ്സിന് ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ് സൗകര്യങ്ങളും അത് തവണകളായിട്ട് അടയ്ക്കാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ്സിൽ നമ്മൾ സാധാരണ പേസ്റ്റ്, പഞ്ചസാര, അരി, പച്ചക്കറികൾ വാങ്ങുന്നതിനകത്ത് അതിൻ്റെ ഒരു ആവശ്യം നമ്മുടെ മലയാളികൾക്ക് ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിന് നമ്മൾ ചെയ്യുന്നത് ക്രെഡിറ്റിൻ്റെ ആവശ്യത്തിലേക്ക് പോകാതെ തന്നെ നമ്മൾ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിങ്ങിൽ, ഏറ്റവും കസ്റ്റമർക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മളിന്ന് ഈ പ്രൊഡക്റ്റുകൾ ഇവിടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. സമൂഹത്തിൽ ഇന്ന് കോവിഡ് അതുപോലെയുള്ളൊരു മഹാമാരി ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ അത് കഴിഞ്ഞ് റിക്കവറി സ്റ്റേജിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അവർക്ക് അവരുടെ പേഴ്സിലെ പൈസ ബാലൻസ് നിൽക്കുന്ന രീതിയിലുള്ള വിലകളും കോംബി ഓഫറുകളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
അതിൽ കസ്റ്റമേഴ്സും ഹാപ്പിയാണ്, ഉപഭോക്താക്കൾ വളരെ ഹാപ്പിയാണ്. അവർ നമ്മളുമായിട്ട് നല്ല രീതിയിലാണ് നമ്മളുമായിട്ട് സഹകരിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങളും എല്ലാം നമ്മൾ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ ഓഫറുകളും പ്രൈസും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പച്ചക്കറി ആയാലും ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ തന്നെ കളക്ട് ചെയ്ത് നമ്മൾ തന്നെ ഫാമുകളിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ എത്തിക്കുന്നുണ്ട്. അത് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ബിസ്മിയിലുള്ള ഈ നിങ്ങൾ കാണുന്ന ഈ തിരക്കും ഈ ക്രൗഡും നമ്മുടെ പിന്നിലുള്ള ഈ ഉപഭോക്താക്കളുടെ ഒരു നിരയും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കോവിഡ് ലോക്ക്ഡൗൺ സമയങ്ങളിലൂടെ കടന്നുപോയതാണ്. ആ സമയത്ത് നമ്മളെടുത്തൊരു സ്ട്രാറ്റജിയാണ് ഓൺലൈൻ. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. നമ്മുടെ കസ്റ്റമേഴ്സും ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കെല്ലാം പുറത്തു വരാനും പലരും ക്വാറൻറ്റൈനിലായിരുന്നു. വിദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരാഴ്ച 2 ആഴ്ച അതിൻ്റെ ഒരു പീരീഡിലൊക്കെ ക്വാറൻറ്റൈനിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൃത്യമായി അവരുടെ വീടുകളിൽ ആ ഒരു ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതിപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്. പലപ്പോഴും വീടുകളിൽ നിന്ന് വരാനായിട്ട് സൗകര്യമുണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിൽ കുട്ടി ഉണ്ടാവും, ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ടാവും. നമുക്കറിയാം ഇതൊരു മെട്രോ സിറ്റിയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് പലപ്പോഴും നേരിട്ട് വന്ന് ഷോപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരില്ല. ചില സാഹചര്യങ്ങൾ കൂടുതൽ അവരിവിടെ വരാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നൊരു അവരുടെ ഒരു അഭിപ്രായം അവർക്ക് ഇവിടെ വന്ന് എടുക്കാനാണ്. നമ്മുടെ ആളുകളെ എല്ലാം കാണാനും അവർക്ക് പരിചയമുള്ള സ്റ്റാഫുകളാണ് നമ്മുടെ കൂടെയുള്ളത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ടൊന്നൊരു വിശേഷം ഒന്ന് സംസാരിക്കുക എന്നുള്ളത് തന്നെ ഒരു മെൻ്റലി റിലീഫാണ് അല്ലേ. അപ്പോൾ അതാണ് അവർ ഇഷ്ടപ്പെടുന്നതെങ്കിലും ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഓൺലൈൻ പർച്ചേസ് അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വേണ്ട രീതിയിലെല്ലാം വളരെ പ്രൊഫഷണലായിട്ട് അവരുടെ വീടുകളിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ളൊരു സാഹചര്യം നമ്മളിപ്പോൾ ഇവിടെ ഉണ്ട് അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ബിസ്മിയുടെ ലോയൽറ്റി കാർഡുണ്ട്. നമ്മുടെ എല്ലാ ഉപഭോക്താക്കളും അതിനകത്ത് വളരെ ലളിതമായിട്ടൊരു പ്രോസസ്സേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഒത്തിരി കൂടുതൽ പ്രോസസ്സിങ്ങിലേക്കൊന്നും പോവാതെ വളരെ ലളിതമായ രീതിയിൽ അവർക്കതിൽ ജോയിൻ ചെയ്യാനും അവർ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അതിൽ ജോയിൻഡ് ആണ് ഓൾറെഡി. അപ്പോൾ അവർക്ക് അതിനുള്ള ലോയൽറ്റി ബെനിഫിറ്റ്സ് കിട്ടും. അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഫെസ്റ്റിവൽസോ നമ്മുടെ ഫങ്ഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിൻ്റെ ഇൻഫർമേഷൻ അവർക്ക് പാസ്സാവുന്നുണ്ട്. അവരെല്ലാവരും ഹാപ്പിയാണ്. കസ്റ്റമേഴ്സിന്റെ കംപ്ലൈൻറ്റ്സ് ഹാൻഡിൽ ചെയ്യണം എങ്ങനെയാണ്? സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ അധികം നാളായില്ല ഈ കമ്പനിയുടെ ഭാഗമായിട്ട്, ഈ ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് അധികം നാളായിട്ടില്ല. പക്ഷേ ഞാൻ വളരെ സർപ്രൈസായിട്ട് കാണുന്നൊരു കാര്യം, എറണാകുളത്തുള്ള ആളുകൾ പൊതുവെ ഉപഭോക്താക്കൾ എനിക്കറിയാം അവരുടെ അവകാശങ്ങളെല്ലാം ചോദിച്ചു വാങ്ങുന്നൊരു സമൂഹമാണ്. എല്ലാവരും ജോലിക്കാരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നല്ല പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് ഞാൻ ഇവിടെ വന്ന് പഠിച്ചത് കസ്റ്റമർ കംപ്ലയിൻറ്റ്സ് വളരെ കുറവാണ്. ഇത് എൻ്റെ 22ാമത്തെ വർഷമാണ് ഞാൻ റീറ്റെയിലിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റ് പല സ്ഥാപനങ്ങളിൽ ഞാൻ കാണുന്നേക്കാളും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ ഷോപ്പിലുള്ളത്. പിന്നെ കസ്റ്റമർ അവരുടെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ 100% വാല്യുബിളായിട്ട് എടുക്കും. നമ്മളത് വാല്യുബിളായിട്ട് എടുത്ത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് അതിന് ഏറ്റവും ബെസ്റ്റ് രീതിയിലുള്ളൊരു സൊല്യൂഷൻ അത് നമ്മൾ കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ കസ്റ്റമറും നമ്മളും കൂടി ഒന്നിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണത്. നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമർ വാങ്ങുക അങ്ങനെയല്ല. കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ അവരുടെ ഓരോ വാല്യുബിളായിട്ട് നമ്മൾ ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല, നമ്മുടെ കണ്ണെത്തിയെന്ന് വരില്ല. പക്ഷേ ഒരു കസ്റ്റമർ കാണുമ്പോൾ അവർ കാണുന്ന ഓരോ അഭിപ്രായങ്ങളും നമ്മൾ വാല്യുബിളായിട്ട് എടുക്കും. അത് അവർക്കും കൂടി ബോധ്യം വരുമ്പോഴാണ് അവർ നമ്മളുടെ അടുത്ത് വീണ്ടും അവരുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അത് നമ്മുടെ അടുത്ത് പറയാറുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ. കംപ്ലൈൻ്റ് എന്നുള്ളൊരു നിലയിലല്ല, ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള നിലയിലാണ് പലരും നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കാറ്. അപ്പോൾ അവർ പറയുന്ന ഓരോ അഭിപ്രായങ്ങളും നമ്മളത് പഠിച്ച് അതിൻ്റെ നല്ല വശങ്ങൾ കണ്ട് അതിൻ്റെ ചീത്ത വശങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് അത് അവരെയും കൂടി അറിയിച്ച് അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. വളരെ കസ്റ്റമർ ഫ്രണ്ട്ലിയാണ്. നമുക്ക് പ്രോഡക്റ്റ് ഇതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ലേ ഔട്ട് എന്ന് പറയാം. നമ്മുടെ ഒരു ടെർമിനോളജി വെച്ചിട്ട് റീറ്റെയിലിൻ്റെ ടെർമിനൽ ലേ ഔട്ട് എന്ന് പറയും, പ്ലാനോഗ്രാം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനോഗ്രാം എന്താണ്, ഒരാളിപ്പോൾ രാവിലെ കയറി വരുമ്പോൾ, ഒരാൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രഷ് ചെയ്യുന്നു, അവിടെ നിന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷ്, ടൂത്ത് പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും ആദ്യം ഉണ്ടാവുക. അവിടെ നിന്ന് മുതൽ ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ഒരു ദിവസത്തെ ദിനചര്യകളനുസരിച്ചുള്ള ഒരു പ്ലാനോഗ്രാമാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് കസ്റ്റമേഴ്സിന് ഒരു ഫ്ലോ ഉണ്ടാവും.
അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നു. ഇപ്പോൾ പേസ്റ്റ് എടുക്കുന്നു, സോപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം എടുക്കുന്നു. അതിനുശേഷം ഷാമ്പു, അതിനുശേഷം പാത്രങ്ങൾ, അതുപോലെ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമുള്ള മസാലകൾ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ബിവറേജസ്, അങ്ങനെയുള്ള സാധനങ്ങൾ ആ ഒരു ലേഔട്ട് അനുസരിച്ച് ഫ്ലോയിൽ. അപ്പോൾ അവരിങ്ങനെ ജസ്റ്റ് വാക്ക് ചെയ്യുമ്പോൾ തന്നെ അവരുടെ മൈൻഡിലേക്ക് അത് കടന്നു വരികയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. നമുക്ക് എല്ലാ ഷോപ്പിലെയും പോലെ തന്നെ നമുക്ക് ഓർഗനൈസ് റീറ്റെയിലിൽ എല്ലായിടത്തും തന്നെ, അല്ലാത്തടത്തും ഇപ്പോൾ സാധാരണ നമ്മളെല്ലാ ഓഫീസുകളിലെല്ലാം നമുക്കൊരു ചെറിയ ഫസ്റ്റ് എയ്ഡ് ബോക്സും കാര്യങ്ങളും ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ സ്റ്റാഫുകൾക്ക് നമുക്കൊരു ടീം തന്നെ ഉണ്ട്. അതിന് ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണ്, അതെന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു നാച്ചുറൽ കലാമിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആരെ വിളിക്കണം എന്നുള്ളതെല്ലാം കൃത്യമായി അവരെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവരതനുസരിച്ച് അത് പ്രവർത്തിക്കും. ഒരു രീതിയിലും ഒരു കസ്റ്റമർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരു അസുഖം ബാധിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു പ്രഥമ ശുശ്രൂഷ കൊടുക്കാനും, അത് കഴിഞ്ഞ് ആവശ്യമെങ്കിൽ പുറത്തുനിന്നൊരു സഹായം പെട്ടെന്ന് തന്നെ വിളിച്ച് അവരെ അവിടേക്ക് എത്തിക്കാനായാലും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ബിസ്മിയിൽ എല്ലാ ആധുനിക സഹജീകരണങ്ങളും നമുക്കുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ ഡോക്യുമെൻ്റായിട്ട് എടുക്കാറുണ്ട്. നമ്മൾ അല്ലാതെ നമ്മൾ വെർബലിയും കൂടുതലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കുശല സംഭാഷണം എന്നുള്ള നിലയിൽ വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാവരെയും നമ്മൾ കഴിയുന്നിടത്തോളം കസ്റ്റമേഴ്സിൻ്റെ ഫ്രണ്ടിൽ ആ എൻട്രൻസിൽ തന്നെ സെക്യൂരിറ്റി മുതൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു വിഷ് ചെയ്ത് അവർക്കൊരു നമസ്കാരം പറഞ്ഞ് ഒരു കുശലം സംസാരിച്ച് എന്താണ്, ചൂടാണോ മഴയാണോ എന്നൊക്കെ ചോദിച്ച് വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് ആ ഒരു രീതിയിലുള്ള ഒരു ഫാമിലിയിലേക്ക് കയറി വരുന്ന പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ലളിതമായിട്ട് നമ്മൾ അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു കസ്റ്റമറെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് എന്താണ് ആവശ്യം. അങ്ങനെ നമുക്ക് അറിയാവുന്ന കസ്റ്റമേഴ്സാണ് വരുന്നത്. പിന്നെ പുതിയ കസ്റ്റമേഴ്സ് വരുമ്പോഴും അവരുടെ വാല്യൂഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവരോട് സംസാരിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു ഫ്രീ സ്പേസ് നമ്മൾ അവർക്ക് എപ്പോഴും കൊടുക്കാറുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരുപാട് വേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കാൻ ഡംപ് എന്നാണ് പറയുക നമ്മൾ. എന്നാലും നമ്മളിപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസ് AC ആയിട്ട് നമ്മൾ ഫുൾ സെൻട്രലൈസ്ഡ് AC ആണ്, അതിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ വെയിറ്റ് കുറയും. AC-ലിരിക്കുമ്പോൾ ഒരു ഫ്രൂട്ടിൻ്റെ വെയിറ്റ് കുറയും, വെജിറ്റബിൾ ആയാലും വെയിറ്റ് കുറയും. അപ്പോൾ അതെല്ലാം നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമ്മളതിൽ വളരെ ശ്രദ്ധിക്കും. ഇപ്പോൾ കോളിഫ്ലവറിൻ്റെ തൊണ്ട് പൊളിച്ച് കളയുന്നവരെയാണെങ്കിലും കസ്റ്റമർക്ക് എപ്പോഴും നല്ല സാധനം കൊടുക്കുകയും വേണം. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കാത്ത രീതിയിൽ, ഒത്തിരി ഡംപ് വരാത്ത രീതിയിൽ നമ്മളതിനെ മാനേജ് ചെയ്യും. പിന്നെ ചെറിയ ക്വാളിറ്റിയിൽ ഇപ്പോൾ കുറേ നേരം ആപ്പിളായാലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ കുറേ നേരം ഇട്ട് അതിനകത്ത് റാക്കിലിട്ട് മറിക്കുന്ന സമയത്ത് അതിനകത്ത് ചെറിയ ഡാമേജസ് ഒക്കെ വരാറുണ്ട്. അങ്ങനെ വരുന്ന സാധനം നമ്മൾ വിലക്കുറവിൽ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്യാറ്. അപ്പം തന്നെ കസ്റ്റമേഴ്സിന് അതൊരു ബെനിഫിറ്റാണ്, അത് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളതായിരിക്കും. പക്ഷേ ചെറിയ എന്തെങ്കിലും ഒരു സ്ക്രാച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളൊരു ലിക്വിഡേഷൻ ഓഫർ എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ടിട്ട് അതാത് ദിവസങ്ങളിൽ തന്നെ അത് ക്ലിയർ ചെയ്യും. ഡമ്പൊക്കെ നമുക്ക് വളരെ കുറച്ചേ വരാറുള്ളൂ. അത് വിറ്റതിന് ശേഷം നമ്മൾ ശരിക്കും പറയുന്നത് സെയിൽ അവസാനിക്കുന്നത് ഒരു സാധനം ഇവിടെ ബില്ല് ചെയ്തു, പൈസ വാങ്ങി, അതുകൊണ്ട് സെയിൽ അവസാനിക്കുന്നില്ല. നമ്മുടെ കമ്പനി നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ഉപഭോക്താവ് ഒരു സാധനം പർച്ചേസ് ചെയ്തു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അദ്ദേഹം പർച്ചേസ് ചെയ്തു, അദ്ദേഹം ഇത് ബില്ല് ചെയ്തു, അദ്ദേഹം ഇത് വീട്ടിൽ കൊണ്ട് ഉപയോഗിച്ചു, അത് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന സമയത്താണ് ആ സെയിൽ അവസാനിക്കുന്നതെന്നാണ്. റീറ്റെയിലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സാർ നമ്മൾ സംസാരിച്ചു. സാറിന് നമ്മുടെ സ്കൂളിൻ്റെ പേരും നിങ്ങൾ ഓരോരുത്തരും എല്ലാം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഇൻഡസ്ട്രിയൽ വിസിറ്റിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ അജ്മൽ ബിസ്മിയിൽ അസിസ്റ്റൻറ്റ് സ്റ്റോർ നിസാർ സാറിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന സ്റ്റോറിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടി സാർ ഒന്ന് വിശദീകരിക്കാമോ? സ്റ്റോറിലിപ്പോൾ നമ്മുടെ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 7:30 ആണ് നമ്മുടെ ഓപ്പൺ ചെയ്യുന്ന ടൈം. ആ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമ്മൾ സ്റ്റാഫുകളെല്ലാം ഒരു 7:30 സ്റ്റാഫുകളെല്ലാവരും ഉണ്ടാവും. മോർണിംഗ് ഷിഫ്റ്റ് 2 ഷിഫ്റ്റായിട്ടാണ് നമ്മുടെ സ്റ്റോർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് 7:30 വരുന്ന സ്റ്റാഫുകളുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ F&V ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡെയിലി നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് വരുന്നുണ്ട്. നേരെ വരുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഭംഗിയായി ഇതുപോലെ നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ ഭംഗിയായിട്ട് ഡിസ്പ്ലേ അറേഞ്ച് ചെയ്യുക, ഭംഗിയായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന സ്റ്റാഫുകൾ അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോയിട്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്തൊക്കെ ഐറ്റം കുറവുണ്ടോ അതൊക്കെ ഐറ്റം പാക്ക് സ്റ്റോറിൽ നിന്ന് എടുത്ത് ഐറ്റം ഫില്ല് ചെയ്ത് വെക്കുക. അതൊക്കെയാണ് നമ്മുടെ ഇത് വരുന്നത്. മോർണിംഗ് ആയിട്ട് ഇത് കഴിഞ്ഞ് ഒരു 8:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ
വർക്കെല്ലാം തീരും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ 8:30 ആകുമ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ സ്റ്റോർ 8 o'clock കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കൊടുക്കും. ആ 8 o'clock മുതൽ വൈകുന്നേരം ഈവനിങ് വരെ നമ്മൾ കസ്റ്റമറായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുപോലെ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അവിടെ ആളുകളുണ്ട്. വരുന്ന കസ്റ്റമറിന് ഐറ്റം പിക്ക് ചെയ്ത് കൊടുക്കുക, അവർക്ക് ബില്ല് അടിച്ച് കൊടുക്കുക. നമുക്ക് ഓരോ ദിവസം ഓഫറുണ്ട്, ആ ഓഫറൊക്കെ കസ്റ്റമറിനോട് പറയുക. മാക്സിമം അവരെയും കൊണ്ട് നമ്മുടെ ഓരോ ദിവസത്തെ ഓഫറൊക്കെ കസ്റ്റമറിനോട് പറയിപ്പിക്കുക, അവരെയും കൊണ്ട് ഇടിപ്പിക്കുക. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓഫറുകളുണ്ടാവും. നമുക്ക് ഡെയിലി ഓഫറുണ്ടാവും. മൺഡേ ഉണ്ട്, ട്യൂസ്ഡേ ചൊവ്വാമേള എന്ന് പറഞ്ഞിട്ടുണ്ട്, വീക്കെൻഡ് ഓഫർ, പിന്നെ ഫ്രൂട്ട്ഫുൾ ഫ്രൈഡേ എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും ഓഫറുണ്ട് നമുക്ക്. അപ്പോൾ ആ ഓഫർ കസ്റ്റമറിനോട് പറഞ്ഞ് കസ്റ്റമേഴ്സിനോട് കൊണ്ട് പിക്ക് ചെയ്യിപ്പിക്കുക, നമുക്ക് സെല്ല് ചെയ്യിപ്പിക്കുകയാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. പിന്നെ സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന സെക്കൻഡ് ഷിഫ്റ്റിൽ 2 o'clock സെക്കൻഡ് ഷിഫ്റ്റിലുള്ള ആളുകൾ വരും. അവർ വരുമ്പോഴും ഇവരുടെ കൂടെ ജോയിൻ ചെയ്ത് മെയിനായിട്ട് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ സെല്ല്. ഈ ഇരിക്കുന്ന ഐറ്റം മൊത്തം കസ്റ്റമേഴ്സിനെ കൊണ്ട് സെയിൽ ചെയ്യിപ്പിക്കുക. സെല്ലാണ് അവർ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ചെയ്യുന്നത്. സെക്കൻഡ് തിങ് അവർ ഐറ്റം ഒക്കെ കുറവുള്ള ഐറ്റം ഫില്ല് ചെയ്ത് വെച്ചുകൊണ്ട് വരിക. അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു 10 o'clock വരെ ഉണ്ടാകും നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്. 10 o'clock വരെ നമ്മൾ 7:30 മുതൽ 10 o'clock വരെയും ഉണ്ടാവും. ആ 10 o'clock വരെ നമ്മൾ ഇത് തന്നെ സെയിലിൻ്റെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഐറ്റം വരുന്നില്ല. 100% പക്ക ക്വാളിറ്റി ഉള്ളതും ഒരു ഡാമേജും ഇല്ലാത്ത ഐറ്റംസാണ് നമുക്ക് വരുന്നത്. ഡെയിലി അറൈവലുണ്ട്. നമുക്ക് ഡെയിലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വരുന്നുണ്ട്. നമുക്ക് വിഷമോ അങ്ങനെ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഓൺ ഫാമും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസാണ് വരുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബിസ്മിയുടെ ഇലക്ട്രോണിക് സ്റ്റോറിലാണ്. ഈ സ്റ്റോറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ആഫ്റ്റർ സെയിൽ സർവീസർ നമുക്ക് തന്നെ സർവീസിൻ്റെ എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ തന്നെ ബിസ്മിൽ തന്നെ അറിയിച്ചതിന് ശേഷം നമ്മളൊരു 48 hours അത് റെക്ടിഫൈ ചെയ്ത് തരും കേട്ടോ. 24 hours കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആവും. അതിനുശേഷം നെക്സ്റ്റ് ഡേയിൽ അത് ക്ലിയർ ചെയ്ത് തരും. അത് നമ്മൾ ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എല്ലാവരും. അല്ല, നമ്മളങ്ങനെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, TV, ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഡിജിറ്റൽ സെക്ഷനാണ്. ലാപ്ടോപ്പ്, മൊബൈൽ. കാരണം ഇപ്പോൾ ന്യൂ ജനറേഷൻ ആയതും അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റഡീസിന് വേണ്ടിയിട്ടൊക്കെ ആയാലും ഡിജിറ്റൽ പ്രോഡക്റ്റ് നല്ലൊരു എൻക്വയറീസ് വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മളത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കച്ചവടം അതിൽ കൂടി കിട്ടുന്നുണ്ട്. ഹോം ഡെലിവറി വെച്ചാൽ നമുക്ക് ഇന്ന് എടുത്ത പ്രോഡക്റ്റ് നെക്സ്റ്റ് ഡേ നിങ്ങളെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് തരും. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ആ ഡെലിവറി എല്ലാ ഓപ്ഷനെല്ലാം ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റലേഷൻ ഇപ്പോൾ AC ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റലേഷൻ നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവറി മാക്സിമം അന്നത്തെ ദിവസം ചെയ്യും. അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മളത് ഇൻസ്റ്റലേഷൻ കമ്പനി സൈഡിൽ നിന്നാണ് കേട്ടോ. കമ്പനിയുടെ ഇൻസ്റ്റലേഷനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. കംപ്ലയിൻസിൻ്റെ ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിലൊരു സർവീസ് വിങ് ഉണ്ട്. സർവീസ് ടീം, ഒരു കോൾ സെൻറ്റർ ഉണ്ട്. കോൾ സെൻറ്ററിലേക്ക് വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താൽ അപ്പം തന്നെ നമ്മളത് നമ്മുടെ SAPയിൽ ആഡ് ആവും. അതിനുശേഷം അതാത് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലേക്ക് നമ്മൾ കൈമാറും. ആ ടീം വന്ന് എല്ലാം വർക്കും ചെയ്തു തരും. നമ്മൾ വാറണ്ടി കമ്പനികൾ നൽകുന്ന വാറണ്ടി അല്ലാതെ അഡീഷണൽ വാറണ്ടി ഉണ്ട്. നമ്മൾ അഡീഷണൽ വാറണ്ടി കമ്പനിയുടെ ഇപ്പോൾ മാനുഫാക്ചർ ഒരു 1 year വാറണ്ടി പറഞ്ഞാൽ ആ വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ നമ്മുടെ ബിസ്മി ടൈപ്പിൽ ടാറ്റ AG ആയിട്ടൊരു ടൈപ്പിൽ എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കമ്പനി തരുന്ന അതേ വാറണ്ടി റിപ്പീറ്റേഷൻ കിട്ടും. അത് നെക്സ്റ്റ് 1 year 2 year വരും. ഇത്ര നേരം നമുക്ക് ഹോം അപ്ലയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട സർവീസ് ഡെലിവറിയെക്കുറിച്ചും കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നത്
ഷിജിത് സാറാണ്. സാറ് വിസ്മി കണക്റ്റിൻ്റെ ബ്രാഞ്ച് മാനേജറാണ്. സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും സ്കൂളിൻ്റെ പേരും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഇവിടുത്തെ ഷോപ്പിലുള്ള എല്ലാ പ്രോഡക്റ്റും നമ്മൾ ഫിനാൻസ് ചെയ്യും. നമ്മളിവിടെ കൺസ്യൂമർ ഡ്യൂറബിൾസാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫിനാൻസ് പല ടൈപ്പ് ഉണ്ട്. നമ്മളിവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഡ്യൂറബിൾസാണ്. അതായത് ഈ ഷോപ്പിൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്ക് 8,000 ആണ്. 8,000 എബോവ് എല്ലാ പ്രോഡക്റ്റിനും ഫിനാൻസ് ഉണ്ട്. നോ കോസ്റ്റാണ്, ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നോർമൽ സർവീസ് ചാർജ് മാത്രം പേ ഔട്ട് വരുള്ളൂ. കസ്റ്റമർ നമുക്ക് ഈ സ്കീം പറഞ്ഞാൽ മിനിമം 8 മാസം, മാക്സിമം 30 മാസം അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, 8,000. അതായത് ഇപ്പം നമ്മളിപ്പോൾ നോക്കിയ നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ ഫിനാൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കസ്റ്റമറിന് നമുക്കൊരു സ്കോറുണ്ട്, സിബിൽ സ്കോർ എന്ന് പറയും നോർമലായിട്ട്. ആ സിബിൽ സ്കോറിനനുസരിച്ചാണ് നമ്മൾ കസ്റ്റമറിന് ലോൺ പ്രൊവൈഡ് ചെയ്യണത്. നമ്മൾ ഇതുവരെ ലോൺ എടുക്കാത്ത കസ്റ്റമറിന് സിബിൽ സ്കോർ -1 ആയിരിക്കും. അപ്പോൾ ആ കസ്റ്റമറിന് ലോൺ അപ് ടു 35,000 45,000 അപ്രൂവൽ ആവുള്ളൂ. കസ്റ്റമറിന് 1/3 ഏകദേശം ഒരു 35% ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. സപ്പോസ് നല്ല ക്രെഡിറ്റ് സ്കോറുള്ളതാണ്, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന കസ്റ്റമറാണ്, പഴയ ലോൺ ട്രാക്കുള്ള കസ്റ്റമറൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ അപ് ടു ഈ പറഞ്ഞ 4 lakh വരെ എമൗണ്ട് പാസ്സാവും. ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു 1 lakhൻ്റെ ഡീവ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ ഒരു ചെറിയ സർവീസ് ചാർജ് മാത്രം അടച്ചാൽ മതി. അപ് ടു 13 month tenure വരെ നമുക്ക് EMI പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് KYC ഡോക്യുമെൻ്റ് ആയിട്ട് ഇപ്പോൾ കസ്റ്റമറിൽ വല്ല ഏതെങ്കിലും KYC ഡോക്യുമെൻ്റ് മതി. അത് ആധാർ കാർഡോ പാൻ കാർഡോ പിന്നെ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ഇത്രയും മതി നമുക്ക്. സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ഒരിക്കലൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യുള്ളൂ. ഒറിജിനൽ പ്രൂഫ് നമുക്ക് വേണം കയ്യിൽ. പാൻ കാർഡ്, ആധാർ കാർഡ് മാൻഡേറ്ററി അല്ല, KYC ഡോക്യുമെൻ്റ് എന്തായാലും മതി. ഞാൻ ഒരു ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണ്. പാൻ കാർഡ്, ആധാർ കാർഡ്, ഇപ്പോൾ അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ഒരു 15 minute പ്രോസസ്സ് ലോൺ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പല ടൈപ്പ് ഫിനാൻസ് ഉണ്ട്. HDFC ഉണ്ട്, HDB ഉണ്ട്, IDFC ഉണ്ട്, ബജാജ് ഉണ്ട്. ഇത്തരം ഫിനാൻസിൽ പലവർക്കും പല സൈറ്റാണ്, പല പോർട്ടൽ വഴിയാണ് നമ്മൾ ലോൺ അപ്രൂവലാണ്. ഞങ്ങളിവിടെ ജസ്റ്റ് സിസ്റ്റം വർക്കാണ് ചെയ്യണത്. അതായത് കസ്റ്റമറുടെ KYC ഡോക്യുമെൻറ്റ് നമ്മൾ കയ്യിലേക്ക് വാങ്ങിയിട്ട് കസ്റ്റമറുടെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ നോർമൽ നിങ്ങൾ ഇരിക്കുന്നോട്ട് വന്നിരുന്നിട്ട് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഫിനാൻസ് ചെയ്യണ പ്രോഡക്റ്റ് ഡെലിവറിയാണ് ഫിനാൻസ് അഡ്രസ്സിൽ തന്നെ ആയിരിക്കും. ഡെലിവറി കൺഫർമേഷനൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. അതായത് നമ്മളാണ് ലോൺ പ്രൊവൈഡ് ചെയ്യണത്. നമ്മുടെ ഹെഡ് ഓഫീസ് എല്ലാം തന്നെ പൂനെയിലാണ് വരുന്നത്. നമ്മളാണ് കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കസ്റ്റമർ എങ്ങനെയാണ്, പക്കയാണോ, ജെന്യൂനാണോ, തേർഡ് പാർട്ടിയാണോ, അതായത് ബ്രോക്കറാണോ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായി? ഹോം ഡെലിവറിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ മോളാണ് ലോൺ എടുത്തത്, ഇയാളുടെ വീട്ടിലേക്കാണ് പ്രൊഡക്റ്റ് വേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്യില്ല. നമ്മൾ ആരുടെ പേരിലാണ് ലോൺ എടുത്തത് അവരുടെ വീട്ടിലേക്ക് ഡെലിവറി വരുള്ളൂ. കമ്പൽസറി ആണത്. പിന്നെ നമ്മളെ ഫേമിന് ഇതിനൊന്നും നമ്മൾ ലോൺ ചെയ്യില്ല. ഇൻഡിവിജ്വൽ ബേസിൽ നമ്മൾ ലോൺ ചെയ്യുള്ളൂ. നമുക്ക് മിനിമം ഏജ് 21 above ആണ് ലോൺ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളൂ. മാക്സിമം 60. ഇതിനുള്ള ഡ്യൂറേഷനുള്ള ആൾക്കാർക്ക് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും.